ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കറി പോലും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ആട്ടപ്പൊടിയോ ഗോതമ്പൊടിയോ ഒക്കെ എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും കുറേശ്ശെ മാവൊഴിച്ച് ഇതൊന്ന് തവി കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം. ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും സ്വല്പം എണ്ണ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു വശം ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ക്രിസ്പി ആയി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലൊന്ന് മുരിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലൊന്ന് ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ ചൂടോടെ കട്ടൻ ചായയോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലൊരു ചട്നി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചട്നിയുടെ റെസിപ്പി മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.